ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാൻറ്റസി ഹോമിലേക്ക് എന്നെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ബൈക്കിൻ്റെ എട്ടെടുക്കൽ മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ എച്ചും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാറിൽ. പക്ഷേ മാഷിത് എൻ്റെ ഒരു 4ാമത്തെ ക്ലാസ്സാണ് കാറിൻ്റെ. വണ്ടി ഓടിക്കണതാണ്, 15 കൊല്ലത്തെ ലൈസൻസ് ഉണ്ട്. എന്നാലും ഈ മാനുവൽ ആയതുകൊണ്ട് ക്ലച്ചും ഗിയറിൻ്റെയും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടുള്ള ഞാൻ മറ്റേത് മാഷ് എൻ്റെ കൂടെ ഇരുന്നിട്ട് പഠിപ്പിച്ച് തരാറുണ്ട്. ഇന്ന് മാഷ് ഇറങ്ങിയിട്ട് എന്നോട് തനിയെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ചെയ്യണതാണ്. പക്ഷേ മാഷ് അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം മാഷ് നിന്ന് എവിടെ എത്തിയാൽ എങ്ങനെയാണ് തിരിക്കേണ്ടത് ജസ്റ്റ് കാണിച്ചു തന്നു. അപ്പുറത്ത് ഒരാൾ ഇട്ടെടുക്കണുണ്ടില്ലേ, ബൈക്കിൽ ഇട്ടെടുക്കണുണ്ടില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് എന്നോട് തനിയെ ചെയ്യാൻ പറയാണ്. ചെയ്തിട്ടുണ്ട്. ഇനി അറിയില്ല, ഇന്നിപ്പോൾ 4ാമത്തെ ക്ലാസ്സായി. ഇനി ലേണിങ് കഴിഞ്ഞു. ഇനി 1 മാസത്തിനുള്ളിൽ ടെസ്റ്റ് ഉണ്ടാവും. പക്ഷേ റോഡിലേക്ക് ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. റോഡിൽ ഇതാണ് പ്രശ്നം. ഗിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എപ്പോൾ ഇടണം എന്നുള്ളത് ഐഡിയ എപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ പരമാവധി ഞാൻ നോക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഇൻസ്ട്രക്ടറാണ് കേട്ടോ ഈ മാഷ്. നല്ലൊരു ഇൻസ്ട്രക്ടറാണ്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷും സുമേഷ് സാറ് അടിപൊളിയാണ്. മാഷ് ഇന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ സാറ് രാജൻ എന്നാണ് തോന്നുന്നു സാറിൻ്റെ പേര്. ആളാണ് പഠിപ്പിച്ചു തന്നത്. പക്ഷേ ആൾ പറഞ്ഞു തന്നാൽ നമ്മുടെ തലയിൽ അങ്ങനെ തന്നെ ഇരുന്നോളും. അത്രയും കറക്റ്റാണ് മാഷ് പറഞ്ഞു തരുന്നത്. ഒരു പ്രാവശ്യം എനിക്ക് മാഷ് കാണിച്ചു തന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. എന്തേനാ നാട്ടിൽ ഇപ്പോൾ പഴയ മാതിരിയല്ല. മിക്ക ലേഡീസിനും കാരണം ഇപ്പോൾ ബൈക്കിലാണ് പഠിപ്പിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് എന്താ പറയുക, ചെറിയ വണ്ടിയിലാണ് നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു തരുന്നത്, 2 വീലർ. പക്ഷെ ഇപ്പോൾ റൂള് ബൈക്കിൽ പഠിക്കാനാണ്. എൻ്റെ ആയിട്ടില്ല അത്ര. ഞാൻ MIT ആണ് എടുത്തു തുടങ്ങിയത്. രണ്ടും ഒരുമിച്ചാണ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നല്ല ലാഭം ഉണ്ടാവും അങ്ങനെ പഠിക്കുമ്പോൾ. എടുത്തു മോനെ, എടുത്തു. എന്ത് നമുക്കറിഞ്ഞാലും ഓരോന്നിൻ്റെ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. അത് ഒന്ന് കണക്ട് ചെയ്ത് നമ്മുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക്. ആ ഒരു ടെക്നിക്ക് പറഞ്ഞാൽ നമുക്ക് ആ കമ്പി, അവിടെ മസ്കറ്റിലൊക്കെ ഞങ്ങൾക്ക് കമ്പിയല്ലായിരുന്നു, ഡ്രമ്മാണ്. 4-8 ഡ്രം അപ്പുറത്തും വെച്ചിട്ട് ആ ഇടുക്കൽ ഒരു 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എച്ച് മാതിരിയാണ് അത് എടുക്കുന്നത്. പക്ഷെ രസമുണ്ട്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക്. അവിടെ എന്ന് പറയുന്നത് ഇത്ര സ്പേസ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. നമ്മുടെ കാറിനെക്കാട്ടിലും കുറച്ച് അപ്പുറം എന്താവുള്ളൂ. ഇപ്പോൾ ഡ്രമ്മും എപ്പോൾ വേണമെങ്കിൽ ഇരിക്കും എന്നുള്ള നിലയാണ് അവിടെ. പക്ഷേ ഇവിടെ എന്ത് സുഖം എടുക്കാനായിട്ട്, പേടിയൊന്നുമില്ല. ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്താ പറയുക, ക്ലച്ചും ഗിയറുമാണ്. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ എടുക്കുന്നുണ്ട്. ഇത്തിരി സ്ലോ ആണെങ്കിലും എടുത്തു ഞാൻ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ കാണുന്നവർ എന്താ പറയുക, സപ്പോർട്ട് തരിക. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് തരിക, ലൈക്ക്, കമൻസൊക്കെ ഇടുക. നിങ്ങൾക്കുള്ള കമൻസ് അതിലിടുക. എന്താണ് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ തരുന്ന മെസ്സേജ്, നിങ്ങൾ തരുന്ന ആൻസറൊക്കെ അതിൽ മെസ്സേജ് ഇടുക. അതേ രണ്ടാമത് നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ് നാളെയാണ്. തിങ്കൾ, ബുധൻ, വെള്ളിയാണ് ക്ലാസ്. നാളെ അറിയില്ല, നാളെ റോഡിലാണെന്നുണ്ട്. റോഡ് ഓടിക്കുന്നുണ്ട്, പക്ഷേ അധികം അങ്ങനെ എടുത്തില്ല. പുല്ല് പോയിട്ട് തിരിച്ചു വരും ഞങ്ങൾ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അറിയില്ല മാഷ് നാളെ എവിടെയാണ് ക്ലാസ് എടുക്കണേന്നുള്ളത്. എന്തായാലും എടുക്കുന്നുണ്ട് നാളെ. പിന്നെ ബൈക്ക് ഓടിക്കും. അതിനുശേഷം 2 റൗണ്ട് റോഡാണ്. അപ്പോൾ നാളത്തെ എൻ്റെ അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോ നാളെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് തരിക. നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താൻ ഒരിക്കലും മറക്കല്ലേ കേട്ടോ. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വന്നു
എടുത്തു. ആ കമ്പി ഇവിടെയുള്ള കുട്ടികളൊക്കെ കുറേ ദിവസമായി എങ്കിലും ആ കമ്പി തട്ടാറുണ്ട്. ഞാൻ കമ്പി തട്ടാണ്ട് എടുത്തു. ആ ഒരു ഐഡിയ എനിക്ക് പിടുത്തം കിട്ടിയതാണ്. നല്ല അടിപൊളി ട്രെയിനിങ് ആണ്. ലീല ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ആലപ്പാടാണ് അവരുടെ ഓഫീസ്. അടിപൊളി ഡ്രൈവിംഗ് സ്കൂളാണ് കേട്ടോ. എടുത്തു. ബൈ, താങ്ക് യു സോ മച്ച്.